സിസേറിയൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പലരും ചോദിക്കുന്നൊരു ഡൗട്ടാണ്, എങ്ങനെയാണ് സിസേറിയൻ്റെ മുറിവിനെ നോക്കേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. പലരും നമ്മൾ പറഞ്ഞു വിട്ടില്ലെങ്കിൽ ശരിക്കും ആ ഭാഗത്തേക്ക് വെള്ളം പോലും തൊടാത്തവരുണ്ട്. അതായത് അത് നനയാൻ പാടില്ല, മുറിവ് നനയാൻ പാടില്ല, മുറിവ് നനഞ്ഞാൽ പഴുക്കും എന്ന് ചിന്തിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇന്ന് സിസേറിയൻ കഴിഞ്ഞ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അതായത് സിസേറിയൻ വൂണ്ട് എങ്ങനെ കെയർ ചെയ്യണം, എങ്ങനെയാണ് അത് ശ്രദ്ധിക്കേണ്ടത്, അത് വെള്ളം നനയാൻ പാടുണ്ടോ, അവിടെ എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, അവിടെ വെള്ളം നനയുന്നത് കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല എന്ന് മാത്രമല്ല, ശരിക്കും നിങ്ങൾ കുളിക്കുമ്പോൾ അവിടെ വൃത്തിയാക്കി കഴുകി നോർമൽ ബോഡി പാർട്ട് പോലെ കഴുകി വൃത്തിയാക്കണം എന്നുള്ളതാണ്. കാരണം മുറിവ് ക്ലീനായി ഇരിക്കുന്നതാണ് മുറിവിനെ ഹീൽ ചെയ്യാൻ എളുപ്പമാക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അവിടെ അഴുക്ക് പറ്റിയിരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ സിസേറിയൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ചെറിയ ചെറിയ ബ്ലഡിൻ്റെ അംശമോ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. ഇത് അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ടീരിയയ്ക്കോ ഒക്കെ വളരാനുള്ള ഒരു സ്ഥലമായിട്ട് അത് മാറും. അങ്ങനെ വരുമ്പോൾ അത് മുറിവ് ഇൻഫെക്ഷനാവും, പസ്സാവും, പിന്നെ അതിൽ നിന്ന് ഡിസ്ചാർജ് വരും, ഊണ്ട് വിട്ട് വരും. അപ്പോൾ ഏറ്റവും ആദ്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മുറിവിൻ്റെ ക്ലീൻലിനെസ് ആണ്. അപ്പം എത്ര പ്രാവശ്യം ക്ലീൻ ചെയ്യണം, എങ്ങനെ ക്ലീൻ ചെയ്യണം എന്നൊരു ചോദ്യം വരും. 2 നേരമെങ്കിലും മിനിമം കുളിക്കുന്ന സമയത്ത് സോപ്പ് തേച്ച്, അതായത് മൈൽഡായിട്ടൊരു സോപ്പ് യൂസ് ചെയ്ത് ഊണ്ടിൻ്റെ പുറത്ത് തന്നെ സോപ്പ് യൂസ് ചെയ്ത് അവിടെ ക്ലീനാക്കി വെക്കണം എന്നുള്ളതാണ്. മുറിവ് അടച്ച് വെക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ശരിക്കും ഒരു 4th ഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ സിസേറിയൻ വൂണ്ട് ഓപ്പൺ ആക്കിയാണ് ഇട്ടേക്കണം. കാരണം ആവശ്യം കാറ്റ് കൊണ്ടാൽ മാത്രമേ നമുക്ക് മുറിവിൽ പഴുപ്പ് കെട്ടാനും അല്ലെങ്കിൽ അതിന് ഹീൽ ചെയ്യാനുള്ളൊരു ബെറ്റർ എൻവയോൺമെൻറ്റ് കിട്ടത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഒരു 4th ഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ മുറിവ് പൂട്ടിക്കെട്ടി വെക്കാറില്ല, മുറിവ് അടച്ച് വെക്കാറില്ല. അത് കഴിഞ്ഞാൽ തുറന്നാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൻ്റെ പുറത്ത് അഴുക്കോ വേർപ്പോ ഒന്നും തങ്ങി നിൽക്കാൻ പാടില്ല, ക്ലീനാക്കി വയ്ക്കുക. സോ യു ക്യാൻ യൂസ്, നിങ്ങൾ സാധാരണ കുളിക്കുന്ന വെള്ളത്തിൽ സാധാരണ യൂസ് ചെയ്യുന്ന സോപ്പ് വെച്ച് നിങ്ങൾക്ക് അവിടെ വാഷ് ചെയ്ത് ക്ലീനാക്കി വെക്കാം. കയറി വന്ന് വൃത്തിയുള്ള തുണിയിട്ട് ഒപ്പി ഡ്രൈ ആക്കി അതിൻ്റെ പുറത്ത് നമ്മൾ ആൻറ്റിബയോട്ടിക് ഓയിൻമെൻറ്റ് തന്നിട്ടുണ്ടാവും. ഓയിൻമെൻറ്റ് ഇട്ട്, ഇപ്പം ഭയങ്കരമായി വണ്ണമുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ നന്നേ ഇടുക്കിലാണ് ഈ മുറിവ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് തുറന്ന് പൊക്കി പിടിച്ച് അതിനെ നന്നായിട്ടൊന്ന് കാറ്റ് കൊള്ളിക്കുന്നത് എപ്പോഴും മുറിവ് ഉണങ്ങാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അതിന് പുറമെ നമ്മളൊരു 5 ഡേയ്സിലത്തേക്ക് ആൻറ്റിബയോട്ടിക്സ് തരും. അതും കൂടെ കഴിച്ച് കഴിയുമ്പോൾ മിക്കവാറും ഉള്ളവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ മുറിവ് ഉണങ്ങാറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ് ഫുഡ്. എല്ലാ ഫുഡും കഴിക്കാമോ? അപ്പോൾ പലരും ഞാൻ ചികിത്സിക്കുന്ന ഈ സ്ഥലത്തുള്ള പല ആൾക്കാരും പലരും ചെയ്യുന്നതെന്ന് വെച്ചാൽ എണ്ണയും കൊഴുപ്പും അല്ലെങ്കിൽ അങ്ങനത്തെ മുട്ട, ചിക്കൻ, മട്ടൺ, ബീഫ് അങ്ങനത്തെ സാധനങ്ങളൊന്നും തീരെയും കൊടുക്കാതിരിക്കുക. ശരിക്കും ഇതൊക്കെ നമുക്ക് വൂണ്ട് ഹീലിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. നമ്മൾ മുറിവ് ഉണങ്ങണമെങ്കിൽ ആവശ്യത്തിന് എല്ലാ പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും എല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പലരും ചിന്തിക്കുന്നത് ഇത് കഴിക്കുമ്പോൾ, അതായത് മുട്ട കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എണ്ണയുള്ള ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ മുറിവ് ഉണങ്ങില്ല എന്നാണ് പലരും ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട. കാരണം കഴിക്കുന്ന ആഹാരവും മുറിവ് ഉണങ്ങുന്നതുമായിട്ട് ബന്ധമില്ല. ഉണ്ട്. ആർക്ക്? ഷുഗർ, ഡയബറ്റിസ് ഉള്ളവർക്ക്. അങ്ങനെയുള്ളവർക്ക് ഷുഗർ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവർ എപ്പോഴും ഷുഗർ ഡയറ്റ് തന്നെ എടുക്കേണ്ടി വരും. അങ്ങനെ അല്ലാത്തവർക്ക് നമുക്ക് നോർമലി വീട്ടിൽ കഴിക്കുന്ന എല്ലാ ഫുഡും അതിന് പുറമെ എക്സ്ട്രാ കൊടുക്കണം. കാരണം നമ്മളെപ്പോഴും പാല് കൊടുക്കുന്ന അമ്മമാർക്കാണ് പ്രഗ്നൻസിയിലിരിക്കുന്ന അമ്മമാരെക്കാളും കൂടുതൽ കാലറീസ് റിക്വയർമെൻറ്റ് കൂടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നോർമലിൽ നിന്നും കുറച്ച് കൂടുതലായിട്ട് ഫുഡ് അവർക്ക് കൊടുക്കണം. അത് പ്രത്യേകിച്ച് പ്രോട്ടീൻ കൂടുതലുള്ള, വൈറ്റമിൻസ് കൂടുതലുള്ള, മിനറൽസ് കൂടുതലുള്ള ആഹാരം തന്നെ കൊടുക്കണം. ഇപ്പോൾ മുട്ടയൊക്കെ കംപ്ലീറ്റ്ലി നമ്മൾ അവോയ്ഡ് ചെയ്ത്, മുട്ട, ഇറച്ചി, ചിക്കൻ ഇതെല്ലാം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടലി പ്രോട്ടീൻ ഇല്ലാത്തൊരു ഡയറ്റിലേക്ക് പോവുകയാണ്. അപ്പം അങ്ങനെ വരരുത്. നോർമൽ ഡയറ്റ് തന്നെ കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പലരും ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് എണ്ണയും മഞ്ഞളും ഒക്കെ അവിടെ തേച്ച് പുറത്തുനിന്ന് ഈ കുളിപ്പിക്കാനൊക്കെ വരുന്ന ആൾക്കാർ വയറൊക്കെ അങ്ങ് മസാജ് ചെയ്ത് അതിനെ മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നൊരു പരിപാടിയാണ്. ശരിക്കും ഞാൻ പല സിറ്റുവേഷൻസിലും കണ്ടിട്ടുണ്ട്. ഈ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം കഴിഞ്ഞ് ഒരു 40 ഡേയ്സ് കഴിയുമ്പോൾ പലരും ഊണ്ടിനകത്ത് ആബ്സസ് ആയിട്ട്, അതായത് പഴുപ്പ് കെട്ടിയിട്ട് തിരിച്ച് വരാറുണ്ട്. എന്താണ് നിങ്ങളിത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, മുറിവ് നമ്മളിപ്പോൾ കയ്യിലൊരു മുറിവാണെങ്കിൽ പോലും മുറിവ് നമ്മൾ ഓപ്പണാക്കി വെച്ചിരുന്ന് കുറച്ച് 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ ആ മുറിവ് വേറെ എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടെൻഡൻസി ഈ മുറിവിനും ഉണ്ട്. ഇത് ഉള്ളിൽ നമ്മളൊരു 6 ലെയറായിട്ടാണ് ഈ മുറിവ് കട്ട് ചെയ്ത് ഉള്ളിലേക്ക് പോയാണ് ബേബി എടുക്കുന്നത്. അങ്ങനെ തുന്നിയിട്ടാണ് തിരിച്ചു വരിക. അപ്പോൾ നിങ്ങൾ പുറമേ കാണുന്ന മുറിവല്ലാതെ ഉള്ളിലേക്ക് അതിന് മുറിവുണ്ട്.
ഈ പല ഭാഗങ്ങളിലും രക്തക്കുഴലുകൾ ഓപ്പൺ ആയിട്ടുണ്ടാകാം, നമ്മൾ ചിലപ്പോൾ കെട്ടി വെച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ കരിച്ച് വെച്ചിട്ടുണ്ടാകാം തൽക്കാലത്തേക്ക് ബ്ലീഡിങ് നിൽക്കാൻ വേണ്ടി. ഇത് നിങ്ങൾ ആക്സലറേറ്റഡ് ആയിട്ട് നിങ്ങൾ മസാജ് ചെയ്ത് യൂട്രസ് അല്ലെങ്കിൽ വയറ് ചുരുങ്ങാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് മസാജ് ചെയ്ത് തുടങ്ങുമ്പോൾ ഈ ചെറിയ ചെറിയ രക്തക്കുഴലുകൾ പൊട്ടാനും അത് ഉള്ളിലേക്ക് ബ്ലീഡിങ് ഉണ്ടാവാനും അതിരുന്ന് പഴുപ്പാവാനും സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് വേദിട്ട് കുളിക്കുക, തടവ്, അങ്ങനത്തെ പരിപാടികൾ, എണ്ണയിട്ട് കുളിക്കുക ഒക്കെ ഉണ്ടാവും. പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് സിസേറിയൻ കഴിഞ്ഞ് ഒരു 14 days കഴിഞ്ഞിട്ടാവാം. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ വയറ് ചുരുങ്ങാനോ അല്ലെങ്കിൽ യൂട്രസ് ചുരുങ്ങാനോ നിങ്ങൾക്ക് ഈ എണ്ണയോ അല്ലെങ്കിൽ മസാജിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം യൂട്രസ് നോർമലി തന്നെ കുട്ടി ഉണ്ടായിരുന്നപ്പോൾ നോർമലി വളർന്ന് വലുതായ ഒരു അവയവമാണ്. അതിന് അതേപോലെ തന്നെ തിരിച്ച് ചുരുങ്ങി നോർമലാവാൻ അറിയാം പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അതിന് നമ്മൾ മസാജിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, വയറ് കുറയുക എന്ന് പറയുന്നത് ഒരിക്കലും മസാജ് ചെയ്താൽ കുറയില്ല. അത് നിങ്ങൾ ഡെലിവറി കഴിഞ്ഞ്, പ്രത്യേകിച്ച് സിസേറിയൻ കഴിഞ്ഞ് ഒരു 6 weeks ഒക്കെ കഴിഞ്ഞ് ലൈറ്റായിട്ട് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 3 months കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് എക്സസൈസ് ചെയ്ത് സ്ട്രോങ് ആക്കി എടുക്കാനേ പറ്റുള്ളൂ. കാരണം അത് മസിൽ വീക്ക്നെസ് ആണ്. അത് ഒരിക്കലും നിങ്ങൾക്ക് മസാജ് ചെയ്ത് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. മുറിവിൻ്റെ പുറത്ത് ചൂട് പിടിക്കണോ, തടവണോ, എണ്ണ ഇടണോ, ഇതൊന്നും പാടില്ല. ഇതെല്ലാം മുറിവ് ക്ലീൻ ആക്കി വെക്കുക, മുറിവിനെ ഉണങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ലൂസ് ഫിറ്റിംഗ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഇടുക. കാരണം മുറിവിൻ്റെ പുറത്ത് എപ്പോഴും ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് വന്ന് ഒരയുക എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ മുറിവിൻ്റെ നമ്മുടെ കൈയുടെ മടക്കിലൊക്കെ മുറിവ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മളിത് മടക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മുറിവ് ഉണങ്ങൂല. സെയിം വേ അവിടെയും എപ്പോഴും വന്ന് എന്തെങ്കിലും വന്ന് തട്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് വൂണ്ട് ഹീലിങ്ങിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ പാൻറ്റീസ് യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പാവാട, അടിപ്പാവാട, പാൻറ്റ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോഴോ എപ്പോഴും അത് വയറിന് മേലിലോട്ട് നിൽക്കാൻ, ആ മുറിവിൽ വന്ന് ഒരഞ്ഞ് അവിടെ മുറിവിന് പ്രശ്നം ഉണ്ടാകാത്തക്ക രീതിയിലുള്ള ഡ്രസ്സ് ധരിക്കാതിരിക്കുക, ലൂസ് ഫിറ്റിംഗ് ക്ലോത്ത്സ് ധരിക്കുക. പിന്നെ പ്രത്യേകിച്ച് കാണുന്ന ഒരു സംഭവമാണ് വയറ് ചുരുങ്ങാനെന്ന് പറഞ്ഞിട്ട് വയറിൻ്റെ മേളിൽ, അതായത് ഈ മുറിവിൻ്റെ മേളിലായിട്ട് ടൈറ്റായിട്ടൊരു കെട്ട്. ശരിക്കും ആ ഭാഗത്ത് മുറിവുമായിട്ട് വരുന്ന ആൾക്കാരെ പോലും ഞാൻ കണ്ടിട്ടുണ്ട് അത്രയും ടൈറ്റായിട്ട് കെട്ടിയിട്ട്. അതിൻ്റെ ആവശ്യമുണ്ടോ? ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അബ്ഡോമിനൽ ബൈൻഡിങ് എന്ന് പറയുന്ന ഒരു വീഡിയോ. അതായത് വയറ് കെട്ടേണ്ട ആവശ്യമുണ്ട്. ശരിക്കും അതിന് ആവശ്യമില്ല. പക്ഷേ ഇത് ആർക്കാണ് ഉപയോഗപ്പെടുക? വയറ് ഭയങ്കരമായിട്ട് ലൂസാണ്, ഭയങ്കര തടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വയറ് മുറിവുള്ളപ്പോൾ വയറിനൊരു സപ്പോർട്ട് കിട്ടിയാൽ അത് അത്രയും ആശ്വാസമാണ്. അങ്ങനെ ഉള്ളവർക്ക് നമുക്ക് മുറിവ് കെട്ടാം. അത് അബ്ഡോമിനൽ ബൈൻഡർ വാങ്ങണം. അത് അബ്ഡോമിനൽ ബൈൻഡർ വാങ്ങിയാലും ഒരുപാട് ടൈറ്റാക്കി കെട്ടരുത്. എന്തുകൊണ്ട്? നിങ്ങൾ മുകളിലേക്ക് പ്രഷർ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ മുറിവിലേക്കാണ് ഈ ബാക്കി പ്രഷർ ഫുള്ള് പോകുന്നത്. ഇത് എന്ത് ഉണ്ടാക്കും? മുറിവ് ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അതിലേക്ക് പ്രഷർ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാകാനും അത് കാരണം ഹീലിങ്ങിന് ഡിഫക്ട്സ് ഉണ്ടാകാനും ഉണ്ടാവും. ഇത് ഫ്യൂച്ചറിൽ ഹെർണിയ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അബ്ഡോമിനൽ ബൈൻഡറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തുണിയോ വെച്ച് കെട്ടുകയാണെങ്കിൽ പോലും ഒരുപാട് ടൈറ്റാക്കി കെട്ടരുത്. അതായത് മുറിവിൻ്റെ മുകളിൽ ഒരുപാട് ടൈറ്റാക്കി കെട്ടരുത്. ഇത് നോർമലായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. അതല്ലാതെ നമ്മൾ തരുന്ന അയൺ ഗുളിക കൃത്യമായി കഴിച്ചിരിക്കണം. കാരണം രക്തക്കുറവ് എന്ന് പറയുന്നത് എപ്പോഴും ഊണ്ടിനെ ഹീൽ ചെയ്യുന്നത് ബാധിക്കുന്ന ഒരു കാര്യമാണ്. സോ എപ്പോഴും അയൺ ഗുളിക 6 weeks എടുക്കുന്നത് നിങ്ങളുടെ മുറിവ് ഉണങ്ങാൻ വേണ്ടി സഹായിക്കും എന്നുള്ളതാണ്. ഒരുപാട് ഹെവി വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യരുത്. കാരണം മുറിവാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ രക്തക്കുഴലുകളിൽ നിന്ന് ബ്ലീഡ് ചെയ്യാനും അതുപോലെ ഹെർണിയ ഫോർമേഷൻ ഉണ്ടാക്കാനും കാരണമാകുന്ന ഒരു സംഭവമാണ് ഒരുപാട് ഹെവി വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്യുക. ചില ആൾക്കാരുണ്ട്, ചിലർക്ക് വീട്ടിൽ റെസ്റ്റ് കിട്ടൂല, പോയി കഴിഞ്ഞാൽ ഉടനെ വീട്ടിലെ പണികൾ ബാക്കി ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യരുത്. ഒരുപാട് വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായ റിസ്ക്. അതുകൊണ്ടൊക്കെയാണ് പലർക്കും ഇൻസിഷണൽ ഹെർണിയ പോലെ ഹെർണിയകൾ വരാനുള്ള സാധ്യത ഉണ്ടാകുന്നത് ഫ്യൂച്ചറിൽ സിസേറിയൻ കഴിഞ്ഞിട്ട്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അത് പോരാതെ നന്നായിട്ട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ കഴിക്കണം. പച്ചക്കറികൾ ധാരാളം കഴിക്കണം. ഫുഡ് ഡയറ്റിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇനി പ്രത്യേകിച്ച് സാധാരണ എല്ലാവരും ചോദിക്കാറുണ്ട്, സ്റ്റിച്ച് എടുക്കാൻ വരണ്ടേ? ശരിക്കും സ്റ്റിച്ച് ഇപ്പോൾ ഇടുന്ന, യൂഷ്വലി നമ്മൾ സിസേറിയനിൽ ഇടുന്ന, ഒരുവിധം എല്ലാ ഹോസ്പിറ്റലുകളിലും ഇടുന്ന സ്റ്റിച്ച് എന്ന് പറയുന്നത് സ്വന്തമായി അബ്സോർബ് ചെയ്ത് പോകുന്ന സ്റ്റിച്ചാണ്. അത് ഒരു 2 weeks ഒക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ അബ്സോർബ് ചെയ്ത് പോകും. അപ്പോൾ അതിന് വേണ്ടി പ്രത്യേകിച്ച് ചൂട് പിടിക്കലോ അല്ലെങ്കിൽ സ്റ്റിച്ച് എടുക്കാൻ വരലോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇപ്പോൾ ഇല്ല. പക്ഷേ എങ്ങനെ ഉള്ളവർക്ക് നമ്മൾ ചിലപ്പം നോൺ അബ്സോർബിൾ സ്യൂച്ചേഴ്സ് ഇട്ടേക്കാം. അതായത് സ്റ്റിച്ച് മാറ്റേണ്ടി വരുന്ന സ്റ്റിച്ചുകൾ ഇടുന്ന ആൾക്കാരുണ്ട്. എങ്ങനെയുള്ളവരാണ്? ഇപ്പോൾ ഷുഗർ ഉള്ളവർ, അതായത് ഭയങ്കരമായി അൺകൺട്രോൾഡ് ഡയബറ്റീസ് ഉള്ളവർക്ക് എപ്പോഴും വൂണ്ട് ഇൻഫെക്ഷൻ വരാനുള്ള റിസ്ക് കൂടുതലാണ്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ വൂണ്ട് ഇൻഫെക്ഷൻ വന്ന് ഗേപ്പിംഗ് വരാതെ, അതായത് വൂണ്ട് പൊട്ടി പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നോൺ അബ്സോർബിൾ ആയിട്ടുള്ള സ്യൂച്ചേഴ്സ് ഇടും. അത് ഒരു 2 weeks കഴിയുമ്പോൾ മാറ്റേണ്ടി വരും. അതുപോലെ തന്നെ ഭയങ്കരമായി വണ്ണം ഉള്ളവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ വൂണ്ട് ഗേപ്പിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് നമ്മൾ
നോൺ അബ്സോർബിൾ സ്യൂച്ചേഴ്സ് ഇടും, അതും മാറ്റേണ്ടി വരും. അതുപോലെ തന്നെ അതുപോലെ വേറെ ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള റിസ്ക് ഉള്ളവർ, അങ്ങനെയുള്ളവർക്ക് നമ്മൾ വൂണ്ട് സ്റ്റിച്ച് ഇടുമ്പോൾ നോൺ അബ്സോർബിൾ സ്യൂച്ചേഴ്സാണ് ഇടുന്നത്. അപ്പോൾ വൂണ്ട് ഹീൽ ചെയ്യാൻ എന്ത് ഹെൽപ്പ് ചെയ്യും, വൂണ്ട് ഹീൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.